അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ചെറിയതായിട്ട് ഇന്നൊരു പരിപാടിയും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നതാണ്. പിന്നെ എന്തൊക്കെയാണ് വിശേഷം, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ റോട്ടിൽ നോക്കിയിരിക്കുകയാണ്. ഒരാളും മനുഷ്യനും തന്നെ പോകുന്നത് കാണുന്നില്ല. ഏറ്റുപാട് പലതും തേക്കാണ്ട് ഒരു ഗ്ലാസ് ചായ അത് നിർബന്ധമാണ്, അല്ലെങ്കിൽ എനിക്ക് തലവേദന വരും. അപ്പോൾ ഇതെപ്പോഴും ശീലിച്ചു പോയി. പക്ഷേ ഞാൻ ഹോസ്റ്റലിന് ബുദ്ധിമുട്ട് കിട്ടുക. ഹോസ്റ്റലിൽ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ചായ നമുക്ക് കിട്ടില്ലല്ലോ. പുറത്ത് നല്ല സൗണ്ടെല്ലാം ഉണ്ട്, അമ്മേൻ്റെ സൗണ്ടാണ് എന്തെല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ ഞാൻ നേരെ അടുക്കളയിലേക്കാണ് പോകുന്നത്. എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇപ്പോൾ രാവിലെ നമുക്ക് ചായക്ക് പുട്ടാണ്. പുട്ടും തലേദിവസത്തെ മീൻകറിയാണ് ചായക്ക്. പിന്നെ രാവിലെ തന്നെ അമ്മയും അമ്മമ്മയും കൂടി ഭയങ്കര തിരക്ക് പിടിച്ച ജോലിയിലാണ്. അമ്മ ചിക്കൻ കഴുകുന്നുണ്ട്, പിന്നെ അമ്മമ്മ എന്തൊക്കെയോ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ എന്തൊക്കെയോ ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് ചെറിയ പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചായയൊന്നും കുടിക്കാണ്ടാണ് ഇതവിടെ പുരട്ടി വെച്ചാൽ അതവിടെ നിന്ന് ആയിക്കോളുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അമ്മ കഴുകി തന്ന ചിക്കനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും പിന്നെ തൈരും കൂടി ഇട്ട് നന്നായിട്ട് പുരട്ടി അവിടെ വെച്ചു. ഞാൻ പല്ലൊക്കെ തേച്ച് ഇതൊക്കെ കഴുകി വന്നിട്ടുണ്ട്. അതിലൊക്കെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ പോകുന്നത്. ചായക്ക് പിട്ടും ഇന്നലത്തെ മീൻകറിയാണ്. കഴിച്ചിട്ട് വരാം. നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പൊരിച്ചുണ്ട് അടുപ്പത്ത്. പിന്നെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇവിടെ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് വെള്ളമൊക്കെ വറ്റട്ടെ. പിന്നെ ഉള്ളത് പായസം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, തിളക്കുന്നതാണ് പരിപ്പ്. ആകെ ക്ഷീണിച്ചുപോയി. കുറച്ച് പരിപാടി ഉണ്ട്, ഞാൻ മുന്നേ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ട കരിഞ്ഞ് ബിരിയാണി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെ ആക്കി കോലം കിട്ട്. എന്നിട്ട് ബിരിയാണി ദമ്മിടാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ പണി കഴിഞ്ഞു. ഇനി ഞാൻ മേലൊക്കെ കഴുകണം. കാണിച്ചു തരാം ബിരിയാണിക്ക്. പിന്നെ ഞാനിവിടെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ദമ്മ് എടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി, ചോറിൻ്റെത്. പിന്നെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. പിന്നെ പൊരിച്ചമ്മയും റെഡി ആയിട്ടുണ്ട്. പിന്നെ വെള്ളരിക്കറി ഉണ്ടായിരുന്നു, എൻ്റെ ഫേവറേറ്റ് കേട്ടോ. വെള്ളരിക്കറിയും ചോറുണ്ടെങ്കിൽ ഞാൻ നല്ലപോലെ ചോറ് തിന്നും. പിന്നെ കേബേജ് ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. ഇത്രയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ അമ്മയാണ് എല്ലാം കാണിച്ചിരുന്നത്. അമ്മയ്ക്ക് മാത്രം വീഡിയോയിൽ വരാൻ ഒരു കുഴപ്പമില്ല, ബാക്കി എല്ലാവർക്കും എന്തോ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല കേട്ടോ. ഗായ്സ്, അങ്ങനെ ഞാൻ കുളിച്ചു മേക്കപ്പൊക്കെ ഇട്ട് വന്നു. ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് കാണാം. ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ടേസ്റ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ എല്ലാവരും പോവാണ്. അപ്പോൾ ആർക്കും എൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല. അതാണ് ആരെയും ഞാൻ കാണിക്കാണ്ടിരുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അങ്ങനെ ഇവിടെ നിന്നും ഞാൻ വിട പറയുകയാണ്.